2 തിമോത്തിയോസ് 2:20. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് നിലനിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവം തൻ്റെ ജനത്തെ മാന്യകാര്യങ്ങൾക്കായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. സത്യത്തിലും നീതിയിലും നിലനിൽക്കുന്നവർ ഉടമസ്ഥനായ ദൈവത്തിനായി മാനപാത്രമായിരിക്കുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ദൈവകരങ്ങളിൽ മാനപാത്രമായി പ്രയോജനപ്പെടുന്നവർ നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും ഒക്കെ അന്വേഷിക്കുന്നവരും ആയിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഹുമനയോസും ഫിലേത്തോസും ശത്രുവിൻ്റെ കയ്യിലായി ഹീനകാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു. അവർ സത്യം വിട്ടു തെറ്റിപ്പോവുക മാത്രമല്ല, ചിലരുടെ വിശ്വാസം മറിച്ചു കളയുകയും ചെയ്തു. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്നവർ ദൈവവേലയിൽ വിശ്വസ്തരായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 8 ശൗലിനെപ്പറ്റി നാം വായിക്കുമ്പോൾ പിശാചിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടേണ്ട ഒരു ഹീനപാത്രമായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം താൻ കർത്തൃകരങ്ങളിൽ മാന്യതയോടെ പ്രയോജനപ്പെടുന്നവനായി മാറി. 9:15 അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്ന് ദൈവം തന്നെ അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ പിടിച്ചുകെട്ടി കൊല്ലുവാൻ പോയ വ്യക്തിയെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനാക്കി മാറ്റി. അങ്ങനെയായി മാറി അദ്ദേഹം. അപ്പോസ്തലപ്രവൃത്തി 5 അനന്യാസിനെയും സഫീരിയെയും പറ്റി നാം വായിക്കുന്നു. അവർ ദൈവസഭയോട് ചേർന്നവരാണ്. ദൈവം അവരെ മാന്യകാര്യത്തിനായി ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരുടെ ദ്രവ്യാഗ്രഹം അവരെ ഹീനകാര്യത്തിലേക്ക് നയിച്ചു. അവർ അതിന് കീഴ്പ്പെട്ടു. അവർ നശിക്കുവാനിടയായി തീർന്നു. മറിയ, പൗലോസ്, സ്റ്റീഫൻ ഒക്കെ ദൈവകരങ്ങളിൽ മാന്യകാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടവരും പ്രയോജനപ്പെട്ടവരുമാണ്. എന്നാൽ യൂദ, ഗേഹസി, കള്ളപ്രവാചകന്മാർ ഒക്കെ മാന്യതയ്ക്ക് പകരം ഹീനകാര്യങ്ങൾ ചെയ്ത് അപമാനം ഏറ്റുവാങ്ങിയവരും ദൈവനാമത്തെ ദുഷിച്ചവരുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൊച്ചു ജീവിതം ദൈവത്തോട് ചേർന്ന് നിന്ന് മാന്യത ഏറ്റുവാങ്ങണോ, അതോ പിശാചിനോട് ചേർന്ന് നിന്ന് ഹീനപാത്രമായി തീരണോ, അപമാനിതരായി തീരണോ? തീരുമാനം നമ്മുടേതാണ്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ ഭൂമിയിലും നിത്യതയിലും മാനപാത്രങ്ങളായി ദൈവം നമ്മെ നിലനിർത്തട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏറ്റവും മാന്യതയോടെ പ്രയോജനപ്പെടുവാൻ കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.